ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതായാലും നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടി തമ്പി അളകാപുരി തറവാട്ടിലുള്ള എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ഇത് പോരായിരുന്നു അളകാപുരിയും പടന്നലത്ത് തറവാടും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് അപർണ വരികയും അജിത്തിനെ നമ്മുടെ അമലിനെ ചെറുതായിട്ട് വഴക്കൊക്കെ പറയുകയും, പക്ഷെ പരസ്പരം രണ്ടുപേരും ശത്രുക്കളുടെ മക്കളാണെന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ അതിന്റെ സങ്കടത്തിലാണ് അമലൊക്കെ ഇരുന്നത്. പക്ഷെ എല്ലാവരും ഇന്നത്തെ ഗണപതി പൂജയുടെ ഒരു തിടുക്കത്തിലാണ്. നമ്മുടെ അബിയുടെ അമ്മയും എല്ലാവരും ആ ഒരു ഗണപതി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുകയും ജാനകിയും അബിയും അമൃതയും പിന്നെ നമ്മുടെ സൂര്യനാരായണൻ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ആ ഒരു അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ട് കയറാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് പൊന്നൂസും അമലും ഒരു ഭാഗത്ത് സങ്കടത്തോടെ ഇരിക്കുന്നത്, മുത്തശ്ശി മറ്റൊരു ഭാഗത്ത് സങ്കടത്തോടെ ഇരിക്കുന്നതും കാണുന്നത്. അപ്പോൾ സൂര്യനാരായണൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു തുളസിത്തറയിൽ കല്ല് ഫുള്ള് ഇടിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ എന്താ സംഭവം, ഇതാരാ തുളസിത്തറ നശിപ്പിച്ചത് എന്ന് പറഞ്ഞ് അമലിനോട് പോയി ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് പൊന്നൂസ് നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറയുന്നത്. ഇങ്ങനെ മാങ്ങ എറിഞ്ഞ സമയത്ത് കല്ല് കാറിൽ വീണു എന്ന് തുടങ്ങി ഇവിടെ നടന്ന അമലും അപർണയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പൊന്നൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ആ ഒരു തുളസിത്തറ നശിച്ചതിൽ ഭയങ്കര സങ്കടമുണ്ട്. അതൊരു അശുഭമാണ്. എന്തായാലും ആരാണ് ഇത് നശിപ്പിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത് എന്ന് നിനക്ക് അറിയാമോ എന്ന് അമലിനോട് നമ്മുടെ അബി ചോദിക്കുന്നുണ്ടെങ്കിലും അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവളോട് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അബിയോട് അമൽ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും പൂജ നടക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി പൂജ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ പെട്ടെന്നാണ് അബിയും ജാനകിയും കൂടി നമ്മുടെ സൂര്യനാരായണനെയും ഭാര്യയും അവിടെ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളിവിടെ ഇരിക്കേ, ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടവും വെള്ളമൊക്കെ എടുത്തോണ്ട് വരുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഗണപതി പൂജയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ മാതാപിതാക്കളുടെ പാദം കഴുകി വൃത്തിയാക്കി പൂജ നടത്തണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൂജ നടത്തുന്നത് നല്ലതാണ്. അമ്മയുടെയും അച്ഛൻ്റെയും പാദം കഴുകി അനുഗ്രഹം വാങ്ങുന്നത് നല്ലതാണ് എന്ന് അബിയും ജാനകിയും പറയുന്നുണ്ട്. അപ്പൊ അവർ ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ മുത്തശ്ശിയെ മാത്രം ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശി ഇതിന്റെ ഇടയിലും കുത്തിത്തിരിപ്പും കൊണ്ട് വരുന്നുണ്ടെങ്കിലും അവിടെ അമല് പറഞ്ഞത് അങ്ങനെയാണെങ്കിലും മുത്തശ്ശി ഒരു കാര്യം ചെയ്യും, മുത്തശ്ശി പോയി അവരുടെ കൂടെ സഹായിക്കുക, അല്ലെങ്കിൽ മുത്തശ്ശി അവരുടെ കൂടെ പോയി പുണ്യം നേടാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതോടെ മുത്തശ്ശി ദേഷ്യത്തോടെ ആ ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അടുക്കളയിലോട്ട് ഓടുവാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ അജയും അമലും അമൃത എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഏട്ടത്തി നമ്മളെ കുടുംബത്തിലോട്ട് വരുന്നത് നല്ലൊരു ഭാഗ്യമാണ്, നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പൂജയും ആ ഒരു ഗണപതി പൂജയൊക്കെ നടത്തി കഴിഞ്ഞു. അവർ സന്തോഷത്തോടെ കുടുംബങ്ങളെല്ലാവരും പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ തമ്പി ഭയങ്കര ദേഷ്യത്തിലാണ്. എങ്ങനെയെങ്കിലും അളകാപുരി തറവാട്ടിലുള്ള എല്ലാവരും നശിപ്പിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തമ്പി നിൽക്കുന്നത്. അങ്ങനെ അതിന്റെ പേരിൽ ആ ഒരു പകയും കാര്യങ്ങളൊക്കെ തമ്പി തന്റെ ഭാര്യയോട് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് അപർണയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപർണയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തഹസിൽദാറുടെ മകന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വട്ടം എന്റെ പിറകെ നടന്നതാണ്, പക്ഷെ ഞാനാണ് സമ്മതിക്കാത്തത് എന്ന് അവിടെ പറയുകയും, എന്നാൽ അതൊന്നും പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതമല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആലോചനയും കൂടെ മുന്നോട്ട് പോയാലോ, ആ ഒരു ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആലോചന മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനു മുന്നേ എനിക്ക് പ്രധാനം എൻ്റെ പകയാണെന്നും ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നത് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞ് തമ്പി സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല അപർണയ്ക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആലോചനയും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ അവളുടെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല, ജാതകം ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആലോചന നടത്താം, ഒരു കല്യാണം നടത്താം എന്ന് തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഉണ്ണിത്താന്റെ അടുത്ത് ഉണ്ണിത്താന്റെ ആ ഒരു ഗുമസ്തൻ വന്ന് പറയുകയാണ്, അജയെയും നിരഞ്ജനെയും ഞാൻ ഒരു ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കുന്ന അടുത്ത് വെച്ച് കണ്ടു എന്നും അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെ ഉണ്ണിത്താനോട് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം ഉണ്ണിത്താൻ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. എന്നാൽ നിങ്ങൾ അവിടെ പോയി നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിത്താൻ നേരെ നിരഞ്ജനെയും അജയും ഉള്ള ഹോട്ടലിലോട്ട് പോവാണ്. പക്ഷേ ഈ സമയത്ത് അജയും നിരഞ്ജനെയും തമ്മിൽ കൈയൊക്കെ കോർത്ത് അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്നേഹത്തോടെ സംസാരിക്കുകയും ഒരു കാരണവശാലും അച്ഛൻ ഈ കാര്യം അറിയരുത്, താൻ നല്ലൊരു നിലയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു കാര്യം അറിയാവൂ എന്നാണ് നിരഞ്ജന അജയോട് പറയുന്നത്. അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്താണ് ഉണ്ണിത്താൻ വരുന്നത്. ഉണ്ണിത്താൻ നോക്കുമ്പോൾ അവര് ഇങ്ങനെ കൈയൊക്കെ കോർത്തിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ അതോടെ ദേഷ്യത്തില് ഉണ്ണിത്താൻ നിൽക്കുവാണ്. അപ്പൊ അവിടെ വെച്ച് ഇന്നത്തെ നമ്മളെ കഥ അവസാനിക്കുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതൊരിക്കും ബൈ.